പണ്ട് 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 ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷകൻ താമസിച്ചിരുന്നു. അയാൾക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല എന്നാണ് നാട്ടുകാരുടെ പക്ഷം. അതുകൊണ്ട് അവരയാളെ ബുദ്ധു എന്ന് വിളിച്ചു. ബുദ്ധുവിന് ഒരു ഭാര്യയുണ്ട്. ഭാര്യയെ സംബന്ധിച്ച് ആൾക്കാർക്കൊക്കെ നല്ല മതിപ്പാണ്. ബുദ്ധിമതിയാണ്, മിടുക്കിയാണ്, സാമർഥ്യക്കാരിയാണ് എന്നൊക്കെ അവരെപ്പറ്റി നാട്ടുകാർ പറയും. ഈ ബുദ്ധു സാധാരണ കൃഷിയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വക സമ്പാദിക്കും. 2-3 മക്കളുണ്ട്. അവരെയെല്ലാം വിവാഹം കഴിച്ചയച്ചു. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസം. അന്നേക്കുള്ള എന്തെങ്കിലുമൊക്കെ അയാൾ അധ്വാനിച്ച് കണ്ടെത്തും. പക്ഷേ ഭാര്യയ്ക്ക് ഇതൊന്നും പോരാ. അവരെപ്പോഴും അയൽപ്പക്കങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അയൽപ്പക്കങ്ങളിലെ ആൾക്കാരൊക്കെ എത്ര നന്നായിട്ടാണ് ജീവിക്കുന്നത്, അവർ പുതുതായിട്ട് എന്തൊക്കെ വാങ്ങി, അവരെന്തൊക്കെ ചെയ്തു, ഇതൊക്കെ നോക്കി വെച്ചിട്ട് വൈകിട്ട് ബുദ്ധുവിനോട് വഴക്കുണ്ടാക്കും. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, നമ്മളങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. ഒരിക്കൽ ഈ പാവപ്പെട്ട കർഷകൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരുടെ തൊട്ട അയൽപ്പക്കത്തെ ആൾക്ക് രാജാവ് 2 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിരിക്കുന്നു. വെറുതെ കൊടുത്തതല്ല, കവിത എഴുതിയിട്ടാണ് കൊടുത്തത്. അവരുടെ അയൽപ്പക്കക്കാരൻ നല്ലൊരു കവിത എഴുതി രാജസഭയിൽ കൊണ്ടുപോയി കേൾപ്പിക്കുകയും രാജാവ് സമ്മാനമായിട്ട് അയാൾക്ക് 2 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നാട്ടുകാർക്കിടയിലൊക്കെ ഇപ്പോൾ ഈ അയൽപ്പക്കക്കാരനെ പറ്റിയാണ് സംസാരം. എല്ലാവരും അയാളെ ആദരിക്കുന്നു, അയാളെ കാണാൻ വരുന്നു, അയാളെ പരിചയപ്പെടുന്നു. ബുദ്ധുവിൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ഒട്ടും സഹിക്കുന്നില്ല. അവർ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ വെറുതെ ഈ തൂമ്പ അരിവാളും ഒക്കെ കൊണ്ട് നടക്കാതെ 2 കവിത എഴുതിക്കൂടെ? പാവം ബുദ്ധു, അയാൾക്ക് അക്ഷരം പോലും അറിഞ്ഞുകൂടാ, പിന്നെ എങ്ങനെ കവിത എഴുതും? അയാൾ പറഞ്ഞു, എടി എനിക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിഞ്ഞുകൂടാ, കുട്ടിക്കാലം മുതൽ പണി തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് എനിക്ക് കവിത ഒന്നും എഴുതാൻ വയ്യ. ഭാര്യയുണ്ടോ? സമ്മതിക്കുന്നു. ഭാര്യ പറഞ്ഞു, എനിക്ക് അക്ഷരമൊക്കെ അറിയാം, ഞാൻ പണ്ട് പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അക്ഷരം പഠിപ്പിക്കാം. അങ്ങനെ ഭാര്യ ബുദ്ധുവിനെ അക്ഷരം പഠിപ്പിച്ചു തുടങ്ങി. ആ ദിവസം ആ എന്നെഴുതാനാണ് പഠിപ്പിച്ചത്. മുറ്റത്തെ മണലിൽ ബുദ്ധുവിൻ്റെ കൈ പിടിച്ച് അവർ ആ എന്ന് പലവട്ടം എഴുതിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ എഴുതുന്ന കണ്ടാൽ നാട്ടുകാരൊക്കെ കാണും, എല്ലാവരും കളിയാക്കും, അതുകൊണ്ട് നിങ്ങൾ പുഴക്കരയിൽ പോയിരുന്ന് അവിടുത്തെ മണലിൽ എഴുതി പഠിക്കണം. അങ്ങനെ ഈ ഭാര്യ ഭർത്താവിനെ നദിക്കരയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ബുദ്ധു കവിത എഴുതാൻ വേണ്ടി അക്ഷരം പഠിച്ചു തുടങ്ങി. എന്നിട്ട് ബുദ്ധു കവിത എഴുതിയ കഥ കേൾക്കണ്ടേ? ഇന്ന് വൈകിട്ടത്തെ കഥ അതാണ്, കാത്തിരിക്കണേ. ഇതുപോലെയുള്ള മറ്റ് രസകരമായ കഥകൾ നമ്മുടെ ചാനലിലേറെയുണ്ട്, വന്നോളൂ.